കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് ഇളനീരഭിഷേകത്തിന് പോകുന്ന ഭക്തർ ഒരു വെള്ളത്തോർത്തുമുണ്ട് ഉടുക്കുകയും ഒന്ന് തലയിൽ കെട്ടുകയും ചുമലിൽ ഇളനീർ കാവുമായി അവർ കാൽനടയായി യാത്ര തുടരുകയാണ്. കണ്ണൂർ ജില്ലയിലെ തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലൂടെയാണ് അവർ ഈ കാൽനടയാത്ര തുടരുന്നത്. കണ്ണൂർ ജില്ലയെയും കോഴിക്കോട് ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണിത്, ചെറ്റക്കണ്ടി പാലം. ഈ പാലത്തിന് അപ്പുറത്ത് കോഴിക്കോട് ജില്ലയും ഇപ്പുറത്തേക്ക് കടന്നാൽ അത് കണ്ണൂർ ജില്ലയുമാണ്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി, മൊകേരി തുടങ്ങിയ കഞ്ഞിപ്പുരയിലെ ഭക്തരാണിവർ. ഈ ഭക്തർ അല്പനേരം വിശ്രമിച്ച് ചായയും കുടിച്ചാണ് യാത്ര പുനരാരംഭിക്കുക.
കൊട്ടിയൂരിൽ ഇളനീരഭിഷേകത്തിന് പോകുന്ന ഭക്തർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കഞ്ഞിപ്പുര മൊകേരി കലാനഗർ എന്നറിയും, ചാളപ്പറമ്പത്ത് വീട്ടിന്റെ പേര്. പാരമ്പര്യമായിട്ട് നമ്മളെ അച്ഛനെല്ലാം തുടർച്ചയായിട്ട് ഒരു 10-75 കൊല്ലത്തോളം പോയി. അച്ഛനെല്ലാം മരിച്ച ശേഷം ഇപ്പൊ ഞാനൊരു 60 കൊല്ലം ഞാനും പോകുന്നത്. 5 വയസ്സിൽ പോക്ക് തുടങ്ങിയതാണ്. ഇപ്പോ തുടർച്ചയായിട്ട് ഒരു കഴിഞ്ഞ കൊല്ലം മാത്രമാണ് പോകുന്നത്. ഇപ്പൊ എല്ലാ കൊല്ലവും ഞാൻ ചാളപ്പറമ്പത്ത് കഞ്ഞിപ്പുര എന്നാ വരുന്നേ. പിന്നെ ഒരു 40 കൊല്ലായി ഇങ്ങനെ കൊട്ടിയൂർ പോകാൻ തോന്നി. എനിക്ക് 78 വയസ്സായി. 78 വയസ്സായി. 40 കൊല്ലായി കൊട്ടിയൂര്. ഞാൻ ചെറിയതേ പോകും. എന്റെ കല്യാണം കഴിഞ്ഞുമ്പോഴേക്ക് കഞ്ഞാറ് മക്കളെല്ലാം ആയപ്പോഴേക്ക് മക്കളെ ഇളനീരെല്ലാം കെട്ടിച്ച് പറഞ്ഞേക്ക് മോന്റെ വരെ ഇളനീരെല്ലാം കൊണ്ട് പറഞ്ഞു. എനിക്കിങ്ങനെ നടന്നു പോകാൻ ഇഷ്ടം. പോയിക്കൊണ്ടിരിക്കും. പേര് സുരേന്ദ്രൻ. ഞാൻ കുറ്റിയാടി കുനിയിൽ കഞ്ഞിപ്പുരയിൽ നിന്നാണ്. ഞങ്ങള് 4 പുത്തന്മാരും 7 പഴമക്കാരുമുണ്ട്. ഞാൻ ഏകദേശം ഒരു 16 വയസ്സിൽ തുടങ്ങിയതാണ് ഈ കൊട്ടിയൂർ യാത്ര. നമുക്കൊരു വർഷം പോകാൻ പറ്റിയില്ലെങ്കിൽ വലിയ ഒരു മാനസിക പ്രയാസം തന്നെ അനുഭവപ്പെടാറുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ പോകാറുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസമായിട്ട് അനുഭവപ്പെടാറുണ്ട്. യാത്ര വളരെ സുഖകരമായ യാത്രയാണ്. ഞങ്ങൾ കാൽനടയായിട്ട് നടന്നാണ് പോകുന്നത്. വരുന്ന വർഷവും ഞങ്ങൾക്ക് പോകാൻ പെരുമാൾ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. പേര് കൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ നിൽക്കുന്ന കഞ്ഞിപ്പുര എന്ന് പറഞ്ഞാൽ മൊകേരി, അതാണ് കുറ്റിയാടി മൊകേരിയാണ്. ഞാനിപ്പോൾ ഒരു 22 വർഷത്തോളമായി ഇളനീരെടുത്തിട്ട് ഒരു കൊല്ലവും മുടങ്ങാതെ പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് 2 കാവ്, അതിന് പറയുക ഇരട്ടക്കാവ് എന്നാണ് പറയുക. ആ ഇരട്ടക്കാവ് എടുത്തിട്ടാണ് പോകുന്നത്. മക്കളെ ഇവിടുന്ന് കച്ചവടം ചെയ്യുന്നത്. വേറെ വിശേഷം പറയാനൊന്നുമില്ല. ഇവര് 40 കൊല്ലത്തോളമായി എൻ്റെ വീടിയിൽ തന്നെ വരുന്നു. എൻ്റെ പേര് ചാത്തു. ഇപ്പൊ 40 കൊല്ലായി ഇവിടെ ഞാൻ കച്ചവടം ചെയ്യുന്നു. ഇളനിക്കാർ വരുന്ന ഇത് 40 കൊല്ലം അല്ല, അതിലും കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പം എൻ്റെ വീടിൽ വരുന്നത് 40 കൊല്ലമാണ്. പിന്നെ എൻ്റെ വയസ്സിപ്പോ 82 വയസ്സായി. കൊല്ലായി പോയി. 2 കൊല്ലം പോകാൻ ആയിട്ടില്ല. എല്ലാ കൊല്ലവും പോയിട്ടുണ്ട്. പേര് ഐശ്വര്യ ബാബുവിന്റെ വീട്ടിൽ നമ്മളെ കഞ്ഞിപ്പുര അവിടുന്ന് പുറപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വന്നത്. ഇന്ന് ഒരു 8 ദിവസമായി. ഇനി ഞങ്ങൾ ഇളനീരെടുത്ത് ചവിട്ടുകയാണ്. ഈ പാളയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പൂർവികന്മാർ ഞങ്ങൾ തന്നെ കുത്തി ഉണ്ടാക്കുകയാണ്. തൊപ്പിൻ്റെ അതുപോലെ തന്നെ പണ്ടുള്ള ആൾക്കാർ തെങ്ങുമൊക്കെയാകുമ്പോൾ ഈ തൊപ്പി വെക്കുന്നതാണ്. അതും ഞങ്ങൾ തന്നെ പൂർവികന്മാർ ഉണ്ടാക്കി തന്ന അത് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ അതേപടി ഞങ്ങളിങ്ങനെ തുറന്നുകൊണ്ടിങ്ങനെ വന്നിരിക്കുകയാണ്. ഈ മുത്തമ്പതി കഞ്ഞിപ്പുരനാണ് 4 വർഷമായി ഇളനീര് കൊണ്ട് നടന്നു വരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മറ്റ് വാഹനങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ 20ഓളം അമ്മായിമാരുണ്ട്. 10-15 കുഞ്ഞീശന്മാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നടന്ന് ചെറ്റക്കണ്ടി ഒരു ഈ തണ്ട് താങ്ങുന്നതെന്ന് പറയുക, ഇളനീര് നിലത്ത് വെക്കുന്ന സംഗതി തണ്ട് താങ്ങുന്നതെന്ന് പറയുക. അവിടെയാണ് ഞങ്ങൾ ഉള്ളത്. ഹോട്ടലിന്മേലെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു. ഇളനീരൊക്കെ ഒരു സൈഡിൽ വെച്ചു. ഇന്ന് വൈകുന്നേരം നമുക്ക് പോയിലൂരെത്തും. ഇന്ന് എവിടെയാണ് വോൾട്ട്. നാളെ കാലത്ത് 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടും. കുനിയിൽ കഞ്ഞിപ്പുര ഞാനിപ്പോൾ പോകുന്നൊരു 32 വർഷമായി. കുനിയിൽ കഞ്ഞിപ്പുര പോകുന്നത്. അല്ല ഞങ്ങൾ കുറേ ഞാനും ഇക്കുറി 14 ആളുണ്ട്. കൊല്ലത്തിൽ 15 ഇക്കുറി 10-60 ആളുണ്ട്. കൈക്കാരടക്കം 60 ആളുണ്ട്. എല്ലാം ഇങ്ങനെ കുടുംബപരമായിട്ട് പോകുന്നതാണ്. ചാളപ്പറമ്പത്ത് കഞ്ഞിപ്പുര. ഞാനിപ്പോൾ 5-ാമത്തെ കൊല്ലമായിട്ട് കൊട്ടിയൂരേക്ക് പോകുന്നു. പണ്ട് അച്ഛൻ ഒരു നേർച്ച ചെയ്തിരുന്നു സൂക്കടായിട്ട്. ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ കൊട്ടിയൂരേക്ക് ഇളനീരെടുത്ത് കൊണ്ടുപോകുന്നില്ലേ.
ആ നേർച്ച ഞാൻ നിറവേറ്റി. ഇപ്പം ഇത് 5ാമത്തെ കൊല്ലാണ്.